ഹായ് ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ചേച്ചീനെ കൊണ്ട് വണ്ടി കയറ്റി വിടാൻ പോകുന്നതാണ് കേട്ടോ. ചേച്ചിക്ക് എക്സാം ആണേ. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പണി നടക്കണം റോഡിൻ്റെയൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണം. കുറച്ച് പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകണം ചേച്ചീനെ കയറ്റി വിടാൻ. അവിടെ നോക്കിയപ്പോൾ നിൽക്കും ഷാജിച്ചൻ. വണ്ടിയൊക്കെ തല്ലി കളിക്കാറേ തള്ള എന്നെ കൂട്ടാണ്ട്. എനിക്കൊരു കുഞ്ഞു വണ്ടി മേടിച്ച് തരാൻ പറഞ്ഞപ്പോൾ പറ്റിയില്ല അല്ലേ. ഞാനിപ്പോൾ വരാം, ശരിയാക്കി തരാം വണ്ടിയൊക്കെ. ഹായ്, അടിപൊളി സ്ഥലം. തുമ്പി നമ്മൾ പരക്കപ്പെട്ടിക്കാ സ്ഥലമാണോടാവ്. അങ്ങനെ രുദ്രാമി വണ്ടിയിൽ കയറി പോയിട്ടാ ചേച്ചി. ഞാൻ കാര്യം കാണിച്ചത് എൻ്റെ കാല് നോക്കി നിങ്ങളെല്ലാവരും കണ്ട ഇതുപോലെയായി. ആ ചെരുപ്പിട്ട് എപ്പം നമ്മൾ ആലും ഞാൻ തലി കുത്തി വീഴും. പുതിയ റോഡായതുകൊണ്ട് തൊലിയും പോയി നല്ല വേദന വെക്കുന്നത്. ഞാനേ ഇപ്പൊ ഒരു സൂത്രം കാണിച്ചു തരാട്ടാ. നിങ്ങൾ ചേരും മറ്റേ ചെരുപ്പൂടെ ഒരാണ്ട് കിടക്കണ്ടല്ല. ഇതിപ്പോ ശരിയാക്കരുത്, ഇപ്പൊ ശരിയാക്കുക. നീ ഒന്നും മിണ്ടണ്ട, ഒന്നും മിണ്ടണ്ട. നീ ഒന്നും മിണ്ടണ്ട. ഞാൻ എടുത്ത് വിൽക്കാൻ പോകുന്നു ദേവം. അല്ല പിന്നെ എൻ്റെ അടുത്ത കളി കുറെ നാളായി തുടങ്ങിയിട്ട് തല്ലിപ്പുൾ ചെരുപ്പിട്ട് ഞാൻ വീഴല്ലേ. മാറ്റാൻ പറഞ്ഞാൽ മാറ്റില്ല, പിന്നെ എന്നെ അടിച്ചിടൂ അല്ലേ. ആഹാ എന്ത് രസം. ഇപ്പഴെനിക്ക് സമാധാനായി. ഏതേ പോണ വെക്കടാ, എന്ത് രസം. നീ പോയിട്ട് വേറെ മേടിച്ചിട്ട് പോയോട്ടാ. യെസ് 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 യെസ്, സന്തോഷമായി ഗോപിയേട്ടാ, എനിക്ക് സന്തോഷമായി. അങ്ങനെ തന്നെ പൊട്ടെ, അങ്ങനെ തന്നെ. അങ്ങനെ ഒഴുകി ഒഴുകി പോണക്ക് എന്ത് രസം. ബോട്ടുണ്ടാക്കി വിട്ട പോയണ്ടല്ലോ. ആഹാ അടിപൊളി ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമുക്ക് വീട്ടിൽ പോ. വാട പമ്പി, വീട്ടിൽ പോയാലോ. എനിക്ക് വീട്ടെ ഭക്ഷണം കഴിക്കാൻ സമയമായി. അല്ലെങ്കിലേ എൻ്റെ വയറ് ചുങ്ങി തുടങ്ങി, ക്ഷീണിച്ചു ഞാൻ. എല്ലാവരും പറഞ്ഞു പനി വന്നപ്പോൾ എന്നെ ക്ഷീണിച്ചു. അയ്യോ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. ലല്ല അപ്പത്തോടാണ്ട് വരണ്ടല്ലോ. കുറച്ച് സ്പീഡിൽ ഓർമ്മ വരും. എന്നെ പിടിക്കാൻ വേണമെന്നാണ്. അയ്യോ എന്നെ പിടിക്കല്ലേ. പുറത്ത് വീടിനെ വീണ്ടും കാണാം ഗൈസ്. ടാറ്റ.